Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. ആ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഇൻട്രൊഡക്ഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, റോൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത്രയും പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടാണ് പേഴ്സണൽ ഹൈജീൻ. ഓക്കെ. Practicing good personal hygiene is important for helping keep the body healthy and clean. നമ്മുടെ ശരീരത്തെ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹൈജീനിക്കുമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? നല്ല പേഴ്സണൽ ഹൈജീനാണ്. അപ്പോൾ ഓരോ വ്യക്തിയും വ്യക്തിഗത ശുചിത്വം പാലിക്കേണ്ടത് എന്താണ്? വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. ഓക്കെ. പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, regular toilet habits. Daily excretion removes waste product from our body. ദിവസേന ഡെയിലിയുള്ള വിസർജനം നമ്മുടെ ബോഡിയിലുള്ള മാലിന്യങ്ങൾ എന്താണ് നീക്കം ചെയ്യാൻ അല്ലേ. അപ്പോൾ പേഴ്സണൽ ഹൈജീനിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. സെക്കൻഡ് പോയിന്റ്, ഹാൻഡ് വാഷിംഗ് ബിഫോർ ഈറ്റിംഗ്. If we eat with dirty hands, the germs on our hands can cause us diseases. അതായത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം? കൈ വാഷ് ചെയ്യണം. കാരണം അവരുടെ കയ്യിൽ വല്ല ജേംസോ അല്ലെങ്കിൽ വല്ല പൊടിപടലങ്ങളോ ഉണ്ടെങ്കിൽ അവർ കൈ കഴുകാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ബോഡിയിലേക്ക് അണുക്കൾ പ്രവേശിച്ചാൽ അവർക്ക് എപ്പോഴും എന്തുണ്ടാവും? അസുഖങ്ങൾ പിടിപെടും. സോ എല്ലാവരും എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് കുട്ടികളെ കൊണ്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്യിപ്പിക്കണം. തേർഡ് വൺ, ബാത്ത്. ദാറ്റ് ഈസ് എ ബ്രീഡിംഗ് അറൗണ്ട് ഗ്രൗണ്ട് ഫോർ ജേംസ്. അഴുക്ക് എന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു കവചമാണ്. ഡെയിലി ബാത്തിങ് ഹെൽപ്പ് ജേംസ് ഡെഡ് ആൻഡ് ലൈസ് എവേ ഫ്രം ദ ബോഡി. ദിവസേനയുള്ള കുളി നമ്മുടെ ശരീരത്തിൽ നിന്നും രോഗാണുക്കളും അഴുക്കും അതുപോലെ തന്നെ പേനൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. The importance of bathing every day is not only physical, that is necessary for mental relaxation and good sleep. അതുപോലെ തന്നെയാണ് ഡെയിലിയുള്ള കുളി നമ്മുടെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായകമാവുന്നുണ്ട്. Then fourth point, skin. The skin is a large organ that contains nervous glands and blood vessels in the body. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ, ഗ്രന്ഥികൾ, രക്തക്കുഴലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ശാഖയാണ് എന്ത്? സ്കിന്ന്. ഹെൽത്തി സ്കിൻ ഈസ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ. ആരോഗ്യകരമായിട്ടുള്ള ചർമ്മം നല്ല സ്ട്രോങ്ങും നല്ല ഫ്ലെക്സിബിളും ആയിട്ടുണ്ടാവും. നല്ല ഫ്ലെക്സിബിളും ആവും, അതേപോലെ തന്നെ സ്ട്രോങ്ങും ആവും. ബേബീസ് ഡിക്ലേറ്റ് സ്കിൻ ബർക്കേഴ്സ് വെരി ക്വിക്ക്ലി ആൻഡ് ഗെറ്റ് സ്കാബീസ് ബിക്കോസ് ദ സ്കിൻ ഈസ് നോട്ട് കെപ്റ്റ് ക്ലീൻ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ സ്കിന്ന് വളരെ എന്താണ്? നോർമലാണ് അല്ലേ, നേർത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ലവണ്ണം എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. അത് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ചർമ്മം എന്ത് ചെയ്യും? പൊട്ടുകയും ഒരു ചൊറി പോലെയുള്ള സ്കാബീസ് എന്നുള്ള രോഗം എന്ത് ചെയ്യും? അവരുടെ സ്കിന്നിൽ വരും. അതിന് കാരണം എന്താണ്? സ്കിൻ ഈസ് നോട്ട് കെപ്റ്റ് ക്ലീൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹാൻഡ്സ്. ഹാൻഡ് ഷുഡ് ബി കെയർഫുൾ നോട്ട് ടു ഗെറ്റ് കട്ട്സ് ഓർ ക്രാക്ക് ഓൺ ഹാൻഡ് കട്ട് ദ നെയിൽസ്. നമ്മുടെ കൈകളിൽ മുറിവുകളോ വിള്ളലുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ നെയിൽസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കെയർ ചെയ്ത് സൂക്ഷിക്കണം. ഡു നോട്ട് അലോ ഡെഡ് ടു ബിൽഡ് അപ്പ് അണ്ടർ ഓർ അറൗണ്ട് ദ നെയിൽസ് ആൻഡ് ദയർ സറൗണ്ടിങ് ഷുഡ് ബി കെപ്റ്റ് ആസ് ക്ലീൻ ആസ് പോസിബിൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ നഖത്തിൻ്റെ സറൗണ്ടിങ് ഏരിയ, ചുറ്റുപാട് വല്ല പൊടിപടലങ്ങളോ അഴുക്കുകളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം. If the color is applied the nails, if they get dirty in the maintains it become unrecognizable. അതായത് നഖങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? പല കളറിലുള്ള ചായങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ. ഒരിക്കലും എന്ത് ചെയ്യരുത്? നല്ല കളറുള്ള നെയിൽ പോളിഷ് നമ്മൾ അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മൾ ആ ഒരു നഖത്തിൽ നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കിടക്കുന്ന അണുക്കളോ അല്ലെങ്കിൽ ജേംസുകളോ അല്ലെങ്കിൽ പൊടിപടലോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നഖത്തിൻ്റെ അടിയിൽ അണുക്കൾ അടിഞ്ഞു കൂടിയിട്ട് നമ്മളെ ബോഡിയിലേക്ക് പ്രവേശിക്കുകയും നമുക്ക് എന്ത് ചെയ്യും? അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. അവോയ്ഡ് ദ അൺഹൈജീനിക് ഹാബിറ്റ്സ് ഓഫ് നെയിൽ ബിറ്റിംഗ്. അതായത് അൺഹൈജീനിക് ഹാബിറ്റാണ് എന്ത്? നെയിൽ ബിറ്റിംഗ് അല്ലേ, അതായത് നഖം കടിക്കൽ അല്ലേ. ആ ഒരു ശീലവും നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ദ നെക്സ്റ്റ് പോയിന്റ്, ഫീറ്റ്. Feet and between the toes should be completely clean.
when taking a bath and wash properly with plenty of water. അതായത് നമ്മൾ കുളിക്കുമ്പോൾ നമ്മളെ പാദങ്ങളും കാൽവിരലുകൾക്ക് ഇടയിൽ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യണം. നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. The correct size of shoe should be used neither too tight nor too loose and should not be of the type of that causes allergies. അതുപോലെ തന്നെയാണ് നമ്മൾ ഷൂസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ടൈറ്റ് ഉള്ളതോ അതുപോലെ തന്നെയാണ് ലൂസ് ഉള്ളതോ നമ്മൾ എന്ത് ചെയ്യരുത്? ചൂസ് ചെയ്യരുത്. നമ്മൾ കാൽപാദങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷൂസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാവൂ? തിരഞ്ഞെടുക്കാവൂ. അതുപോലെ തന്നെയാണ് നമുക്ക് അലർജി പോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് നമ്മളെ ചപ്പൽസ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷൂസ് നമ്മൾ എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. ദ നെക്സ്റ്റ് പോയിന്റ്, ഹെയർ. ഹെയർ ഡിസേർവ് സ്പെഷ്യൽ അറ്റൻഷൻ കവേർഡ് ഇൻ പേഴ്സണൽ ഹൈജീൻ. ഹെയർ എന്നുള്ളത് നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. Regular washing and combing prevent dirt build-up in the hair and kept germs. At by hair should be washed and kept dry and light. Can causes many diseases. അതായത് ദിവസേന കഴുകുന്നത് കൊണ്ടും ചീകുന്നത് കൊണ്ടും മുടിയിലെ അഴുക്ക് അടിഞ്ഞു കൂടുന്നതിൽ നിന്നും സംരക്ഷിക്കുകയും അതുപോലെ തന്നെയാണ് രോഗാണുക്കളെ അകറ്റി നിർത്താനൊക്കെ നമുക്കെന്നുണ്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഉണക്കിയിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ പേൻ പോലെയുള്ള രോഗാണുക്കൾ നമ്മളെ തലയിൽ അടിഞ്ഞു കൂടുകയും നമ്മുടെ മുടിയിൽ അടിഞ്ഞു കൂടുകയും നമുക്ക് പല രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇടയാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ്, ടീത്ത്. ടീത്ത് ഷുഡ് ബി ക്ലീൻഡ് എവറി മോർണിംഗ്, നൈറ്റ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അതായത് നമ്മൾ 2 നേരം നമ്മൾ നന്നായിട്ട് നമ്മൾ പല്ല് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എവറി മോർണിംഗും അതുപോലെ തന്നെയാണ് നൈറ്റ് നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? പല്ല് ക്ലീൻ ചെയ്യണം. After eating some food particles stick to teeth. Food particles act as a breeding ground for germs and change damaged teeth and gums. നമ്മുടെ പല്ലിന് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഫുഡിൻ്റെ അംശങ്ങൾ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുകയും അത് പിന്നെ എന്ത് ചെയ്യും? നമ്മളെ പല്ല് കേടുവരാനും നമ്മളെ മോണക്കൊക്കെ എന്ത് ചെയ്യും? ഡാമേജ് വരാനൊക്കെ എന്ത് ചെയ്യും? ചാൻസ് ഉണ്ട്. It causes bad breath. Daily tooth cleaning does not allow germs to grow. നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം? നമ്മളെ പല്ല് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ജേംസ് എന്ത് ചെയ്യൂല? നമ്മൾ പല്ലിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് വളരില്ല. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചായിരുന്നു. 7th പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, ഹാൻഡ് വാഷിംഗ് ബിഫോർ ഈറ്റിംഗ്, ബാത്ത്, സ്കിൻ, ഹാൻഡ്സ്, ഫീറ്റ്, ഹെയർ ആൻഡ് ടീത്ത്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.